ഹായ് ഹലോ. ചെറിയ മത്തി നമുക്ക് പല രീതിയിൽ കറി വയ്ക്കാം. അപ്പോൾ എങ്ങനെ കറി വെച്ചാലും മത്തി നമുക്ക് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ വറുത്തരച്ചിട്ട് ഒരു മത്തിക്കറി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് തേങ്ങ, കുറച്ച് ചെറിയുള്ളി, 3-4 ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കുക. അതിന് ശേഷം ഒരു വലിയ ഉള്ളി ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞതിന് ശേഷം അത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയൊക്കെ ഒന്നിങ്ങനെ ഉടയാൻ തുടങ്ങും. ആ സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുടംപുളിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുടംപുളി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സാധാരണ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് വെച്ച് അത് കുതിർത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമുക്ക് അടച്ച് വെച്ചിട്ടാണെങ്കിൽ കുറച്ച് വെള്ളമെങ്കിൽ ആ വെള്ളത്തിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട്, ചെറിയ മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കറി നല്ല തിക്കായിട്ട് തന്നെ ആവും, മുകളിലെ എണ്ണ പാറിയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് ഒന്ന് തിളച്ചാൽ നമുക്കത് വാങ്ങി വയ്ക്കാം. പിന്നെ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ആ ചെറുള്ളിൻ്റെ മണവും ഒക്കെ നമ്മുടെ കറിയിലേക്ക് വരും. അപ്പോൾ ഫൈനൽ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.